നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ നീക്കങ്ങളുമായി ഇറാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്നും മാറി ചിന്തിക്കാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അവർ സ്വന്തമായി നിർമ്മിക്കുകയാണ്. അമേരിക്കയുടെ വൻകിട സൈനിക ബഡ്ജറ്റിനും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ പുതിയ നീക്കങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യതയോടെ ആക്രമണം കടുപ്പിക്കാനാണ് അവരുടെ ശ്രമം. അമേരിക്കയുടെ ആയുധ ശേഖരണം പതിയെ കുറയുമ്പോൾ ഇറാൻ ഉൽപാദന വേഗതയിൽ മുന്നേറുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും വേറിട്ട യുദ്ധതന്ത്രങ്ങളും എങ്ങനെയാണ് ലോകത്തിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതെന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. മഹാശക്തിയായി ഉത്തര കൊറിയ. അന്താരാഷ്ട്ര ഉപരോധങ്ങളെല്ലാം തകർത്ത് ഉത്തര കൊറിയ സാമ്പത്തികമായി വലിയ കുതിപ്പിലാണ്. റഷ്യൻ യുദ്ധത്തിനുള്ള പീരങ്കി ഷെല്ലുകളും ആയുധങ്ങളും നൽകി കിം ജോങ് ഉൻ കോടികളുടെ വിദേശ വരുമാനമാണ് നേടുന്നത്. റഷ്യയെ സഹായിക്കാൻ അയച്ച സൈനികരുടെ പ്രതിഫലവും രാജ്യത്തിന് വലിയ വരുമാന മാർഗമായി. ചൈനയുമായുള്ള ഉഭയകക്ഷി വ്യാപാരവും ഉത്തര കൊറിയയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തോതിൽ തുണയായിട്ടുണ്ട്. ഈ പുതിയ വരുമാനം പൂർണ്ണമായും ഉപയോഗിച്ച് ഉത്തര കൊറിയ തങ്ങളുടെ നാവികസേനയും ആണവ ശക്തിയും കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വർഷങ്ങളായുള്ള ഉപരോധങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കിമ്മിന്റെ ഈ അവിശ്വസനീയമായ മുന്നേറ്റം. ഡൽഹി പോലീസ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന കുറ്റപത്രം. പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങി വ്യോമസേനാ വിംഗ് കമാൻഡർ. അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് പിടിയിലായത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പാക് ഏജന്റിന്റെ കെണിയിൽ വീണ ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകരുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഡേറ്റ ചോർത്തുന്ന മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. പിടിയിലാകുമെന്നായപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഡാറ്റ എക്സ്ട്രാക്ഷൻ സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധർ ഇവ കണ്ടെടുത്തു. രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ലഡാക്കിൽ 4 മണിക്കൂറിനിടെ ഇരട്ട ഭൂചലനം. ലഡാക്കിലെ മേഖലയിൽ അതിരാവിലെ 4 മണിക്കൂറിന്റെ ഇടവേളയിൽ തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ റിപ്പോർട്ട് പ്രകാരം രാവിലെ 6:05-നാണ് 5.5 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം ഉണ്ടായത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഈ ആദ്യ പ്രഭവ കേന്ദ്രം. ഇതിന് പിന്നാലെ രാവിലെ 9:54-ഓടെ 4.3 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനവും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള ഈ മേഖലയിലുണ്ടായ തുടർച്ചയായ ചലനങ്ങൾ മേഖലയിലെ നിവാസികളിൽ വലിയ ആശങ്കയും ഭീതിയും ഉളവാക്കിയിട്ടുണ്ട്. KSRTC കണ്ടക്ടർമാരുടെ തട്ടിപ്പിൽ മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി. KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്രക്കാരായ പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് നൽകി പണം വെട്ടിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. 5 പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ കണ്ടക്ടറെ ഇൻസ്പെക്ടറുടെ പരിശോധനയിലാണ് പിടികൂടിയത്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ജീവനക്കാരുടെ ഇത്തരം നടപടികൾ വെച്ച് പൊറിപ്പിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സ്ഥാപനത്തിന് ദോഷം വരുത്തുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഗൗരവകരമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബസ്സുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ ക്യൂ സമ്പ്രദായം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകി നിഷ ജോസ് കെ മാണി. മരണശേഷവും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമാകാൻ മാതൃകാപരമായ തീരുമാനവുമായി നിഷ ജോസ് കെ മാണി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴിയാണ് അവർ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തത്. ഹൃദയം, കണ്ണുകൾ, വൃക്ക, കരൾ, ശ്വാസകോശം, ടിഷ്യൂക്കൾ ഉൾപ്പെടെ 14 പ്രധാന അവയവങ്ങൾ ദാനം ചെയ്യാനാണ് അവർ സമ്മതപത്രം നൽകിയത്. തന്റെ മരണം മറ്റൊരാളുടെ ജീവിതത്തിന്റെ തുടക്കമാണെന്നും ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കഴിയുന്നത്ര ജീവൻ പകരട്ടെ എന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ സവിശേഷമായ തീരുമാനം സമൂഹത്തിന് വലിയൊരു മാതൃകയും അവയവദാനത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശവുമാണ് നൽകുന്നത്. സുകുമാരൻ നായർക്കെതിരെ KB ഗണേഷ് കുമാർ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുക്കില്ലെന്നും പറയാനുള്ളത് ജനകീയ കോടതിയിൽ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ശമ്പളം വാങ്ങുന്നവർ മക്കളെ ലണ്ടനിൽ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പത്മനാപുരം NSS യൂണിയൻ പിരിച്ചുവിട്ട നടപടിയെയും അദ്ദേഹം വിമർശിച്ചു. NSSന് മന്നത്ത് പത്മനാഭൻ മാത്രമേ ആചാര്യനായുള്ളൂവെന്നും എന്നാൽ താൻ ബദൽ സംഘടനയൊന്നും ഉണ്ടാക്കിയില്ലെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. വാർത്താ കാർഡുകൾ നീക്കിയതിൽ CPIM പ്രതിഷേധം. മാധ്യമങ്ങളുടെ വാർത്താ കാർഡുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്ത സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി CPIM നേതൃത്വം രംഗത്തെത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണിതെന്നും മെറ്റയെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരായ അതൃപ്തി ഇല്ലാതാക്കാനാകില്ലെന്നും A. റഹീം MP വ്യക്തമാക്കി.
സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയേക്കാൾ വലിയ സെൻസറിംഗ് ആണ് നടക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു. ഈ വിഷയത്തിൽ സെൻസറിംഗ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തയക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും കേരള സർക്കാർ ഭീരുക്കളെ പോലെയാണ് പെരുമാറുന്നതെന്നും സന്തോഷ് കുമാർ എം പിയും കുറ്റപ്പെടുത്തി. ലുങ്കിവാല പരാമർശത്തിൽ പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖർ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പിയെ ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിച്ചയാൾ വിഡ്ഢിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് ജയറാം രമേശും മുൻപ് തനിക്കെതിരായി സമാനമായ പരാമർശം നടത്തിയിട്ടുണ്ടെന്നും അത് വിഡ്ഢിത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരെന്ത് ധരിക്കുന്നു എന്നതല്ല, രാജ്യത്ത് ചർച്ച ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്നും ഇത്തരം വിവാദങ്ങളിൽ താല്പര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്ദേമാതരം മുഴുവനായി പാടണമെന്ന നിയമം പാർലമെന്റ് പാസ്സാക്കിയതാണെന്നും ദേശീയഗീതം പാടുന്നത് ആർക്കും വിഷമമാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ദേമാതര വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായി പാടുന്നതിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ നയമുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും വന്ദേമാതരം മുഴുവനായി പാടുമോ എന്ന കാര്യം ഓഗസ്റ്റ് 15 അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ായവരെ പരിചയമുണ്ടെങ്കിലും അവർക്ക് ലഹരി ഇടപാടുണ്ടെന്ന് അറിവില്ലായിരുന്നുവെന്നും തനിക്ക് പ്രത്യേക സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മെറ്റയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തനിക്ക് യാതൊരു സ്വാധീനവും ഇല്ലെന്നും മാധ്യമങ്ങൾ പരാതി നൽകിയാൽ സർക്കാർ ഒപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.